ഫ്രണ്ട്സിന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ബട്ടൺ ഹോളൊക്കെ അടിച്ചിരുന്നത്. അപ്പോൾ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടത്. ഇത് ഹോൾ അടിക്കാനാണ്, ബട്ടൺ ഇടുന്ന ഹോൾ അടിക്കുന്ന മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയതിന് ശേഷം ഈ മെഷീൻ അവിടെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ നൂല് സാധാരണ കോർക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നൂല് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട്. പിന്നെയാണ് നമ്മൾ ഏത് തുണിയിലാണോ നമുക്ക് ബട്ടൺ ഹോൾ അടിക്കേണ്ടത് ആ തുണി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ മാർക്കിനനുസരിച്ചാണ് നമ്മൾ ബട്ടൺ ഹോൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സാധാ മെഷീനിലൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞ വിലയുള്ളൂ മാർക്കറ്റിൽ. അതാണ് നമുക്ക് സൂചി നൂലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബട്ടൺ ഹോൾ തുന്നുന്നതെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം പോലും സമയം വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഈ മെഷീനിൽ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ഡ്രസ്സിൽ എവിടെയാണോ നമുക്ക് ബട്ടൺ ഹോൾ അടിക്കേണ്ടത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേനെ കണ്ടില്ല 5 ഇതേപോലത്തെ ആരോ മാർക്കുകളുണ്ട്. ഈ ആരോയിൽ കാണിക്കുന്നത് പോലെ അവിടെ 5 എണ്ണം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ നമുക്ക് എവിടെയാണോ ബട്ടൺ അടിക്കേണ്ടത് അത് കറക്റ്റ് സെൻറ്റർ വെച്ചതിൻ്റെ ശേഷം ഇത് നമുക്ക് സാധാ മെഷീനിൽ നമ്മൾ ചവിട്ടുന്നത് പോലെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ 6 ആഗ് മെഷീൻ പോലെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോൾ ആയിട്ട് വരും. ഇതിപ്പോൾ നമ്മളൊരു സൂചി നൂലും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് നമ്മൾ 5ഉം 6ഉം ഒക്കെ ബട്ടൺ ഉള്ളതാണെങ്കിൽ ആ കറക്റ്റ് 5ഉം 6ഉം മാർക്ക് ചെയ്തിട്ട് ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1ഓ 2ഓ ആണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ല, ഇപ്പോൾ അത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്കത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ. ഇനി അടുത്ത മാർക്കിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ചവിട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും അതേപോലെ തന്നെ റൗണ്ടിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് അത് ബട്ടൺ ഹോളാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ 2എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് നമ്മൾ മൂന്നാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 എണ്ണം ചെയ്യാൻ നമുക്ക് കുറഞ്ഞ സമയം വേണ്ടി വന്നിട്ടുള്ളൂ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നൂല് പൊട്ടിക്കുന്നത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഹോളാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് സെൻറ്റർ ഹോളാക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സ്പീഡിലൊക്കെ ആണെങ്കിൽ ഷർട്ടൊക്കെ കീറിപ്പോകും. കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതേപോലെ നമ്മൾ നൂല് പൊട്ടിക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റായി ഓട്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബട്ടണിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഹോൾസ് അടിക്കുന്നത്. അപ്പോൾ വലുതാണെങ്കിൽ വലുത് അടിക്കേണ്ടി വരും. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഈ മെഷീൻ. സ്ഥിരമായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ തയ്ക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊരാളെ വെച്ചിട്ട് ഇത് തുന്നിയെടുക്കണമെങ്കിൽ തന്നെ കുറേ സമയം പിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ അധികം വിലയും വരുന്നില്ല. അപ്പോൾ